അതെ, നമുക്ക് ആരവിന്റെ അമ്മയെ കണ്ടെത്തണ്ടേ? കണ്ടെത്തണം. പക്ഷെ അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ആരായിരിക്കും? അതാരാന്നറിയണ്ടേ? ഈ മന്ദാകിനി ചേട്ടത്തി പശുവിനെ കറന്ന് ചായ ഇടാൻ പോയതാണോ? നേരം കുറെ ആയല്ലോ. ഇത്തിരി വൈകിയാലും നല്ല കിടിലൻ ചായ ആയിരിക്കും കിട്ടാൻ പോന്നെ. അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയാലും സാരമില്ല. അതെ, നീ എന്തെങ്കിലും നോക്കണേ? ആ അണ്ണോ നമ്പർ കണ്ടെത്താൻ പറ്റിയ എന്തെങ്കിലും ആപ്പ് ഉണ്ടോ നോക്കിയതാ. അങ്ങനൊന്നും കാണുന്നില്ല. സൈബർ സെല്ലിൽ പരാതിപ്പെട്ട സംഗതി നടക്കും. പക്ഷേ നമ്മൾ അക്കാര്യം എങ്ങനെ അവരോട് പറയും? പിന്നീട് ACPയുടെ അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ ആരവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിപ്പോയാ നമ്മൾ പെട്ടത് തന്നെ. സൈബർ സെല്ലിലേക്കൊന്നും പോണ്ട. ഈ അണ്ണോൺ നമ്പറിന്റെ സോഴ്സ് കണ്ടെത്താനേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വച്ചിട്ട് പോടാ. നിനക്ക് മന്ദാകിനിനെ ശരിക്കും അറിയില്ല. ചേട്ടത്തി ഫുൾ ചാർജിലാണല്ലോ. ഹസ്ബൻഡിനോടായിരിക്കും. മേലിൽ എന്നെ വിളിച്ചേക്കരുത്. നേരിട്ട് മുന്നിൽ വന്ന് നോക്കടാ. അപ്പോളേ മന്ദാകിനിയുടെ വിശ്വരൂപം നീ കാണും. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേടാ. അക്കടാ ഫോൺ. ചായ. ചേട്ടത്തി ആരോടാ രാവിലെ തന്നെ? ഹസ്ബൻഡിനോടാണോ? എന്റെ ഐസക്കേ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതേ വേറെ ഏതൊരു വായി നോക്കിയ. വായി നോക്കിയോ? അതാരാ? അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അവനെ തേടി ചെന്ന് ഞാൻ കരണത്തടിച്ചേനെ. എന്താ ചേട്ടത്തി പ്രശ്നം? രാവിലെ, ഉച്ചക്ക്, രാത്രി, അത്താഴത്തിന് ശേഷം. ഇതെന്താ ചേട്ടത്തി കഴിക്കുന്ന ഗുളികയെ പറ്റിയാണോ ഈ പറയണേ? ഇങ്ങനെ മരുന്ന് കഴിക്കണ പോലെ ഒരുത്തൻ എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക പിള്ളേര്. ഓ, അല്ല ഈ കക്ഷി വിളിച്ചിട്ടേ ചേട്ടത്തിയോട് എന്താ പറയുന്നേ? പലതുവേ പുറത്തു പറയാൻ കൊള്ളൂല. മന്ദാകിനിക്ക് ഓർമ്മയുണ്ടോ? പഴയതൊന്നും മറക്കരുത്. ഇങ്ങനെ തുടങ്ങും. പിന്നെ അങ്ങോട്ടേ സംസാര രീതി അങ്ങോട്ട് മാറും. ഏതവനാ എന്നെങ്ങനെ ശല്യം ചെയ്യണേന്ന് അറിയില്ല. ഏതോ ഒരു നമ്പറാ. തിരിച്ചു വിളിച്ചാ സ്വിച്ച് ഓഫ് ആയിരിക്കും. ആ നമ്പർ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാം. ചേട്ടത്തി ആ നമ്പറിങ് ഒന്ന് നോക്കി പറ. നീ ആ നമ്പർ എടുത്തിട്ട് നിന്റെ ട്രൂ കോളറിൽ വന്നിട്ട് നോക്ക്. നമ്മുടെ പ്രശ്നം തന്നെ ആണല്ലോ ചേട്ടത്തിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് വന്ന കോളിന് നമ്പർ ഇല്ലല്ലോ. ചേട്ടത്തിയുടെ കോളിന് നമ്പർ ഉണ്ട്. ചേട്ടത്തി ഇക്കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞില്ലേ? ഐസക് എങ്ങാനും പറഞ്ഞാലേ അവനെ വീട്ടിൽ കയറി വെട്ടും. അല്ല, നമ്പർ ആരെന്ന് മനസ്സിലായോ? നമ്പർ ആരുടെയാണെന്ന് മനസ്സിലായി. ആരാവൻ? ചേട്ടത്തി അറിയുന്ന ആളാ. അത് ശരി. എന്നെ അറിയുന്ന ഒരുത്തനാണോ ഈ വൃത്തിയുടെ മുഴുവൻ വിളിച്ചു പറയുന്നത്? അതാരാ പിള്ളേരെ? ഐസക് മഞ്ഞക്കാടൻ. ഐസക് മഞ്ഞക്കാടനോ? അതെന്റെ ഭർത്താവാണല്ലോ. ചേട്ടത്തിയുടെ ഭർത്താവാണ് രണ്ടാമതൊരു സിം കാർഡ് ഫോണിലിട്ട് ചേട്ടത്തിയെ വിളിച്ചോണ്ടിരിക്കുന്നേ. ആണോ? അപ്പൊ ഐസക്കിന് 2 നമ്പർ ഉണ്ടോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഭർത്താവിനോടേ ഇതൊക്കെ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്ക ചേട്ടത്തി. അത് ശരി. അപ്പൊ ഐസക്കാണ് എന്നെ വിളിച്ച് ഈ വേണ്ടാതീനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഐസക്ക്, നിങ്ങൾ എന്തിനാ എന്നോട് ഈ പണി ചെയ്തത്? എന്റെ ഈശോയെ, ഞാൻ ഐസക്കിനെ ആള് മാറി തെറിയും വിളിച്ചല്ലോ. ചേട്ടത്തെ ഫോൺ വിളിച്ച് ശല്യം ചെയ്ത ആളെ നമ്മൾ എത്ര കൃത്യമായിട്ട് കണ്ടെത്തി. കിരണിനെ വിളിച്ച ആളെ മാത്രം നമുക്ക് എന്താ കണ്ടെത്താൻ പറ്റാത്തെ? ഉറവിടം വ്യക്തമാകാത്ത കോളുകൾക്ക് പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടാവും. എന്ത് ദുരൂഹത? അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളത് കണ്ടെത്തണം. എങ്കിലത് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം. ആ വ്യക്തിയെ കണ്ടെത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കല്ലേ, നമ്മളത് ചെയ്തിരിക്കും.
കാറ്റ് കുറവാണല്ലോ. കുഴപ്പമില്ല, സാരില്ല, എന്തായാലും നമുക്ക് കേറ്. പോവാം. വാ. ഇന്ന് കോളേജ് അവധിയായിട്ട് ഇവളുമാരിത് എങ്ങോട്ടാ? അവരുടെ വണ്ടിയിൽ അവരെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ. അവരുടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിടാവൂ. വാ. നിങ്ങൾ പോകാൻ വരട്ടെ. എന്താ കാര്യം? നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളല്ലാതെ വേറെ ആരാടി ഉള്ളത്? ഞങ്ങളെ കൂടാതെ ദേ ഈ സാധനമുണ്ട്. സ്നാക്സാ നിങ്ങക്ക് വേണോ? നീ എന്താ കളിയാക്കുവാ? ഞങ്ങളെ ഒന്ന് കളിയാക്കുവോന്ന് പറഞ്ഞു മുന്നിൽ വന്ന് നിന്നാ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? കളിയാക്കി വിടൂ. ആ ഡി പുറത്തേക്ക് ഇറങ്ങി വന്ന് കളിയാക്കടി. അപ്പ കാണിച്ചു തരാം 3 റോസസ് ആരാന്ന്. നിങ്ങൾ ഈ 3 റോസസ് എന്നും പറഞ്ഞ ആരെയും പേടിപ്പിക്കുന്നേ? 3 മുള്ളും പൂ അത് തന്നെയല്ലേ 3 റോസസ്? അടിന്ന് എഴുതി കാണിച്ചാലേ മുള്ളുന്ന ടീംസാ. മുള്ളും പൂ. ഇങ്ങോട്ട് ഇറങ്ങി ബോഡി. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇറങ്ങി ബോഡി. എന്താ നിങ്ങൾ കാണിക്കുന്നേ? അവളെ തൊട്ട നിന്നെ സെറ്റ് ആക്കും ഞാൻ. നിനക്കൊന്നും കിട്ടിയത് പോരെ? വീണ്ടും കൈനീട്ടി വാങ്ങാൻ വന്നിരിക്കാണോ? എന്താടി കൈ വെറുതെ ഇരിക്കാണോ? എനിക്ക് താടി. നീയൊക്കെ തല്ലൂടെ വന്നാണോ? എങ്കിൽ അത് പറ, അത് പറഞ്ഞ എന്നെ തുടങ്ങാം. എന്നെ അടിച്ച് താഴെ ഇട്ടിട്ട് നീക്ക് ഞെളിഞ്ഞു നടക്കാന്ന് കരുതിയോ? ഞങ്ങളിൽ ഒരുത്തി നിങ്ങൾ അടിച്ചു കടത്തിയപ്പോ നിങ്ങളുടെ ക്യാപ്റ്റനായ ഇവൾക്ക് എന്ത് സംഭവിച്ചൊന്നും മറക്കരുത്. ഞങ്ങളുടെ ക്യാപ്റ്റനെ നിങ്ങൾ വീഴ്ത്തിയെങ്കിൽ അതിന് പകരം തന്ന മറുപടി രണ്ടുപേർക്കും ഓർമ്മയുണ്ടാവണം. നിങ്ങളെ കിരണിനെ അടിച്ചത് ഒളിച്ചിരുന്നിട്ടല്ലേ ഞങ്ങൾ വന്നത് നേരിട്ടാ. എന്നിട്ട് നീ ഒന്നൊരു ചുക്കും ചെയ്തില്ല. ഞങ്ങളുടെ ചവിട്ടുകൊണ്ട് പഴുത്തത് മറക്കരുത്. നേരിട്ട് അടിക്കാൻ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ലടി. അടിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ അടിക്കും. എന്നാ നീ ഇപ്പൊ ഒന്ന് അടിച്ചു നോക്കടി. പേടിയില്ലെങ്കിൽ നീ ഇപ്പൊ അടിക്ക്. അന്നത്തെ ബാക്കി കണക്കെ ഇപ്പൊ ഇവിടെ വെച്ച് തീർക്കാം. നിങ്ങൾ ഇവിടെ ഒളിച്ചിരുന്ന് അടിച്ചിട്ടപ്പോ കിട്ടിയ മറുപടി വെറും സാമ്പിളാ. ഒറിജിനലേ വരാൻ കടക്കുന്നതേ ഉള്ളൂ. വരട്ടാതെ പോടി. ഇത് കേട്ടാലൊന്നും ഞങ്ങൾ പേടിക്കില്ല. പേടിയില്ലാത്ത നീയെ പേടിച്ചു വരച്ച് നിലത്ത് വീണത് എങ്ങനെയാ? 3 ദിവസം നിനക്ക് മിണ്ടാട്ടം ഇല്ലായിരുന്നല്ലോ. അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? അത് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ ആർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അറിയാനാ ഞങ്ങൾ വന്നത്. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോകുമ്പോ കൂടെ ആരുമില്ലെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കും. ഇപ്പൊ എടുക്കണമെങ്കിൽ എടുത്തോ. ഇപ്പൊ വണ്ടി കാലിയാ. വെറുതെ ഇവളുമാരുമായിട്ട് സംസാരിച്ച് നിൽക്കാതെ നിങ്ങൾ വണ്ടി കയറി. വാ, ഇവിടേക്ക്.